സാറിപ്പോൾ കേന്ദ്രം തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റുന്നു. അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്ക്, അതായത് എല്ലാ സംസ്ഥാനങ്ങളും കൊടുത്തിട്ടില്ല, എന്നാൽ കുറച്ച് സംസ്ഥാനങ്ങളിൽ അതിൻ്റെ 50% തുക വഹിക്കണം, കൂടുതൽ ദിനങ്ങൾ അനുവദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ആ പദ്ധതി അട്ടിമറിക്കുന്ന ഒരു രീതിയിലേക്കല്ലേ പോകുന്നത്? പ്രധാനപ്പെട്ട കാര്യം, മഹാത്മാഗാന്ധിയുടെ പേര് എന്തിനാണത് ഒഴിവാക്കിയത്? മഹാത്മാഗാന്ധി തൊഴിൽദാന പദ്ധതി എന്നുള്ളത് ഒരു കാലത്ത് ഏറ്റവും പ്രശസ്തമായ രൂപത്തിൽ ഇന്ത്യയിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നതാണ്. അതിൻ്റെ പിന്നിലുള്ള വികാരം പട്ടിണിയില്ലാത്തൊരു രാജ്യം അത് ഇന്ത്യയാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു. അത് 100 ദിവസത്തെങ്കിലും തൊഴിലുറപ്പ് അവർക്ക് കിട്ടുമായിരുന്നു. അതിനവർക്കുള്ള വേതനവും കൊടുക്കുമായിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പട്ടിണി നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി നടത്തിയ നടപടിയുടെ നിർണായകമായ ഒരു തീരുമാനമായിരുന്നു മഹാത്മാഗാന്ധിയുടെ പേരിൽ നമ്മളുടെ രാജ്യത്ത് നടപ്പാക്കിയ ഈ പദ്ധതി. ഒന്ന്, ഈ പദ്ധതി നടപ്പാക്കുമ്പോൾ ഇതിൻ്റെ പേര് മാറ്റുന്നതിലൂടെ, പേര് മാറ്റുന്നത് കൊണ്ട് പ്രത്യേകതയൊന്നും ഉണ്ടാകുന്നില്ല, പക്ഷേ എന്തുകൊണ്ട് രാഷ്ട്രപിതാവിൻ്റെ പേര് മാറ്റി എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം പറയണ്ടേ. 2, ഈ തൊഴിലുറപ്പ് പദ്ധതിക്കകത്തെ ഒരു ഷെയറിങ് വരികയാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയായിട്ടാണ് ഇതിപ്പോൾ അനൗൺസ് ചെയ്തത്. അവസാനം വന്നപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് അതിൽ നിന്ന് തലവലിക്കുകയാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഈ പദ്ധതി ഇടിച്ചു നിന്ന് പോകും. അപ്പോൾ ഈ പദ്ധതി ഇല്ലാതാക്കുന്നതിന് വേണ്ടി നടത്തിയിരിക്കുന്ന ശ്രമത്തിൻ്റെ ഒരു ഭാഗമായി മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. അതിൻ്റെ അഫക്റ്റഡ് പാർട്ടീസ് ആരാ? പാവങ്ങളിൽ പാവപ്പെട്ട ആളുകൾ, ഒരു നേരത്തെ ആഹാരമില്ലാത്ത ആളുകൾ, എല്ലാം. ഒരു 100 ദിവസത്തെ തൊഴിൽ കിട്ടിയാൽ അവർക്ക് ആകപ്പാടെ കിട്ടുന്ന ഒരു വരുമാനമുണ്ട്. ആ വരുമാനം മാത്രമാണ് അവരുടെ ജീവിതത്തിന് വേണ്ടി അവർ വിനിയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. അതെല്ലാം ഒഴിവാക്കി യഥാർത്ഥത്തിൽ ഈ തൊഴിൽദാന പദ്ധതിയുടെ അന്തസ്സ് തന്നെ ഇല്ലാതാക്കി, ഗാന്ധിജിയുടെ പേര് തന്നെ വെട്ടി മഹാത്മാഗാന്ധിയെ രണ്ടാമതൊരു ചിത്രവധം നടത്തുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് ശ്രമിച്ചു എന്നുള്ളതാണ് ജനങ്ങളുടെ പൊതുവികാരം. ശരിക്കും പറഞ്ഞാൽ സംസ്ഥാനങ്ങൾക്ക് അധിക ബാധ്യത കൂടി വരുത്തി വയ്ക്കുകയല്ലേ ഇതിലൂടെ? സംസ്ഥാനങ്ങളുടെ അധിക ബാധ്യത, ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയല്ലേ, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയല്ലേ, മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ആരംഭിച്ചതല്ലേ. ആ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയിൽ നിന്ന് എന്തിനാണ് ഇവർ പുറകോട്ട് പോകുന്നത്? ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കമ്മിറ്റ്മെൻ്റ് അല്ലേ, നമ്മൾ അതിനു വേണ്ടിയുള്ള പരിശ്രമമല്ലേ നടത്തേണ്ടത്. അത് വിപുലീകരിക്കുന്നതിന് പകരം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പദ്ധതി തന്നെ ഇല്ലാതാക്കുകയാണ്. അതൊരിക്കലും ശരിയല്ല. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ കേരള കോൺഗ്രസ് എമ്മിൻ്റെ മുന്നിൽ പ്രവേശമാണ്. അതായത് അവർ വരേണ്ടതുണ്ടോ എന്നുള്ളതാണ്. വേണ്ട, അത് 2 ഒരു ഇതിൻ്റെ വെയിറ്റ് പോകും. അതിന് വെയിറ്റ് പോകത്തില്ല.